ദേശീയപാത അതിൻ്റെ കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ദേശീയപാതയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മണ്ണിടിയുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ന്യൂസ് ചാനലിൽ ന്യൂസ് റീഡർ പറഞ്ഞൊരു കാര്യമാണ് അവർ പറഞ്ഞത്, ഈ മഴ വന്നതിലും വലിയൊരു നല്ല കാര്യം കൂടി ചെയ്യുന്നതാണ് മഴ. കാരണം മറ്റൊന്നുമല്ല, ഈ ദേശീയപാത വലിയ ആഘോഷമായിട്ട് ഇത്രയധികം രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മഴ വന്നതുകൊണ്ടാണ് ഇതിന് എന്തൊക്കെ തകരാറുകളുണ്ട്, ഇത്ര പ്രശ്നങ്ങളുണ്ട്, ഇത്തരത്തിൽ മണ്ണിടിയും ഇങ്ങനൊരു ഭീഷണിയുണ്ട് നമ്മുടെ ദേശീയപാതയ്ക്ക് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചത് ഈ മഴ ഇത്ര കഠിനമായിട്ട് ഇപ്പോൾ വന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എന്തു ചെയ്യും, ഈ ഒരു സാധ്യത നമുക്കില്ലെങ്കിൽ ഇത് താമസം ഉണ്ടാകും അറിയുവാനായിട്ട്, അല്ലേ? ഇവരെല്ലാ പണിയെല്ലാം തീർത്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇരട്ടി നഷ്ടമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഇപ്പം നമുക്കുണ്ടായതിനെക്കാട്ടിൽ കൂടുതൽ നഷ്ടം ഉണ്ടാവാൻ ഈ ഇത് കാരണമാവും. കാരണം ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് മണ്ണിടിച്ചിലുള്ള ഭാഗങ്ങളിൽ അവർ പ്രത്യേകം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു പറഞ്ഞാലും പ്രകൃതിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ശക്തിയുണ്ട്, ഇല്ലേ? ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാത്തിനെയും നശിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട് പ്രകൃതിക്ക്. നമ്മൾ ആ ശക്തിക്ക് മുന്നിൽ ഒന്നുമല്ല. പിന്നെ നമ്മളുടെ കഴിവുകൾ നമ്മൾ പ്രകടിപ്പിക്കുന്നു, ആ ശക്തിയെ ചേർത്ത് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ദേശീയപാത ഇങ്ങനെ പണിത് ഇത്രയും വലിയ കാര്യമൊക്കെ ചെയ്ത് വന്നപ്പോഴാണ് ഈ അപകടങ്ങളെല്ലാം. അപ്പോൾ ഇനിയുള്ള വർക്കുകൾ എന്തു ചെയ്യും, അവർ കൃത്യമായിട്ടും വളരെ ശ്രദ്ധയോടുകൂടിയും ചെയ്യും. എത്ര കോടി രൂപയാണ് ഇപ്പം നഷ്ടം വന്നിരിക്കുന്നത്, അല്ലേ? അതുമാത്രമോ, എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കുക, അല്ലേ? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും മഴ വന്നത് ആ ഒരു കാര്യത്തിൽ നല്ല കാര്യം. പണ്ട് നമുക്ക് എല്ലാവരും കേട്ടുള്ള അളിയൻ വന്നത് നന്നായി എന്ന് പറയുന്നൊരു പാഠമുണ്ടായിരുന്നു പഠിക്കാനായിട്ട്. അപ്പോൾ അതിൽ പറയുന്നത് പോലെ അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു ആപത്തിൽ നിന്ന് ഒരു രക്ഷയാവും, അല്ലെങ്കിൽ ഒരു ചതിയിൽ പെടേണ്ടതായിരുന്നു. അതാണ് ഒരു കഥ. പക്ഷേ അതുപോലെ തന്നെ മഴ വന്നത് ഇപ്പം നന്നായി, അത് നേരത്തെ വന്നത് നന്നായി. അത്രയും അധികം നഷ്ടമല്ലേ ഉണ്ടായുള്ളൂ നമുക്ക്, ഇല്ലേ? ഇതെല്ലാം നമ്മുടെ പണമാണ്. ആ പണം വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളിൽ ഇത്രയധികം അപകടങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇനിയുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി അവർ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലേ? നമുക്ക് ഭയമില്ലാതെ നമ്മുടെ ദേശീയപാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ.